വളരെ എളുപ്പത്തിൽ നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ചെറുപഴം പാളയംകോടൻ എന്നും പറയും. ഈ പഴം കൊണ്ടാണ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഏകദേശം 8 പഴം കൊണ്ടാണ് നമ്മൾ നുള്ളി പൊരിച്ചത് ഉണ്ടാക്കുന്നത്. ആദ്യം പഴം നല്ലോണം അരച്ചെടുക്കാം. പഴം ഇങ്ങനെ നുറുക്കിയിട്ട് അടിച്ചെടുക്കാനാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, തൊലിയോടെ പൊടിച്ച ഏലക്കയാണ്. പഞ്ചസാര ചേർക്കാനി ടീസ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു പഴത്തിന് 1 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ 8 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒന്ന് പൾസ് ചെയ്തെടുക്കാം. എല്ലാം നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ ബൗളിലേക്ക് പഴക്കൂട്ട് ഒഴിച്ചിട്ട് 1/4 കപ്പ് അവില് ചേർക്കാം. കട്ടിയുള്ള അവിലാണ് എടുത്തേക്കണേ. അതേ കണക്കിന് തന്നെ മൈദ 1/4 കപ്പ് തന്നെ എടുക്കാം. ഇനി എല്ലാം നല്ലോണം കട്ടകളില്ലാണ്ട് യോജിപ്പിക്കാം. ഇത്ര കട്ടിയിലാണ് ഇപ്പോൾ മാവ്. ഒരു നുള്ളി സോഡാപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി യോജിപ്പിക്കാം. ഇത്ര നേരം കൊണ്ട് തന്നെ അവില് സോഫ്റ്റ് ആയി കിട്ടും. 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ എടുക്കാം. കൈകൊണ്ട് തന്നെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ചൂടായ എണ്ണയിലിടാം. ലോ ടു മീഡിയം ഫ്ലെയിം മതി. കളർ മാറുമ്പോൾ തിരിച്ചു മറിച്ചൂടാം. അവില് ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ സ്നാക്ക്. ചൂടാറിയാലും ഇതേ കട്ടിയിൽ തന്നെ ഇരിക്കും. ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കാം. അങ്ങനെ പഴന്നുള്ളി പൊരിച്ചത് റെഡിയായി.